വീട്ടിൽ ബ്രെഡ് ഉരുളക്കിഴങ്ങും കുറച്ച് വെജിറ്റബിൾസ് ഉണ്ടാവും. നമുക്കൊരു അട്ടാറ് 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ. അതും ഒരു മിക്സർ കൊണ്ട് 2 ഷേപ്പിൽ നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ തുടങ്ങാം. അതിനായി നമുക്ക് വീട്ടിലുള്ള ഏത് വെജിറ്റബിൾസ് ആണെങ്കിലും കുറച്ച് ഇത് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാമേ. പിന്നെ 2 ഉരുളക്കിഴങ്ങ് നമുക്ക് വേവിച്ച് വെക്കാം കേട്ടോ. പിന്നെ ഒരു 5 ബ്രെഡ് നമുക്ക് ക്രഷ് ചെയ്ത് വെക്കാമേ, ബ്രെഡ് ക്രംബിൾസ് പോലെ. ഇനി നമുക്ക് ആ പൊട്ടറ്റോ പുഴുങ്ങിയത് നന്നായിട്ടൊന്ന് ഉടച്ച് വെക്കാമേ. ഉടച്ചതിലേക്ക് നമ്മൾ ബ്രെഡ് പൊടിച്ചത് നമുക്ക് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് കുഴച്ച് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടീസ്പൂൺ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില കുറച്ച് ചെറുതായി അരിഞ്ഞത്, അതെല്ലാം ചെറുതായി അരിഞ്ഞ പച്ചക്കറികളാണ്. അതായത് സവാള, അതുപോലെ തന്നെ ക്യാരറ്റ്, ഒരു പച്ചമുളക് മതി കേട്ടോ, ഒരു പച്ചമുളക്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടായിരുന്നത് ബീൻസ് ഉണ്ടായിരുന്നു. വീട്ടിൽ വേറെ പച്ചക്കറികളുണ്ടെങ്കിൽ അതിട്ടോളൂ. പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതിങ്ങനെ ഒരു ഐറ്റം ഉണ്ടാക്കുമ്പോൾ നല്ലതാട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അത് നന്നായിട്ടൊന്ന് കൈയൊക്കെ കഴുകിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. കൈ വെച്ച് കുഴയ്ക്കണതാണ് ഏറ്റവും നല്ലത്. കാരണം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടഞ്ഞു വരണമെങ്കിൽ കൈ വെച്ച് തന്നെ നമ്മൾ ഉടച്ച് ഇതുപോലെ നമ്മൾ ഉണ്ടയാക്കി എടുക്കണം കേട്ടോ, മിക്സ് ചെയ്തിട്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അത് നമുക്കൊരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലിക്വിഡ് ലൂസായിട്ടൊന്ന് കലക്കി വെക്കാമേ. ഇത് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു കോട്ടിങ് കിട്ടണമല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഒരു പാത്രത്തിൽ ബ്രെഡ് നേരത്തെ പൊടിച്ച് വെച്ചതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഈ കോൺഫ്ലവറിൽ ഇതേപോലെ ചെയ്ത് ഒരു ഉണ്ടയാക്കിയിട്ട് ഒരു ഷേപ്പ് ആക്കിയിട്ട് കോൺഫ്ലവറിൽ മുക്കിയിട്ട് നേരെ ആ ബ്രെഡ് ക്രംബിൾസ്, അതായത് പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡിലേക്ക് മുക്കുമ്പോൾ നല്ലൊരു കോട്ടിങ്ങും ഫില്ലിങ്ങും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഭംഗിയിൽ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കണേ. ഇതിങ്ങനെ ബ്രെഡ് മുകളിലേക്കൊക്കെ ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് കോട്ട് ചെയ്ത് ഭംഗിയിൽ ഒരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണേ. അങ്ങനെ നമ്മൾ എല്ലാം ഇതുപോലെ കയ്യിൽ വെച്ച് ഓരോരോ ഉണ്ടയായി എടുത്തിട്ട് നമ്മൾ കയ്യിലൊരു ഭംഗിയിൽ ഒരു ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ നമ്മൾ കോൺഫ്ലോറിൽ മുക്കുന്നു, നേരെ ബ്രെഡ് ക്രംബിൾസിലേക്ക് ഇടുന്നു. അതുപോലെ ഇപ്പോൾ ഇത്രണ്ണം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു റൗണ്ട് ഷേപ്പിൽ, ഇനി നമുക്കൊരു ഫിംഗർ ഷേപ്പിൽ നമുക്ക് ചെയ്യാമേ. അത് നീളത്തിൽ നമ്മളൊന്ന് ആക്കുകയാണ് കേട്ടോ. നീളത്തിൽ കുറച്ച് എണ്ണ കയ്യിൽ തടവിയിട്ട് ഒന്നിങ്ങനെ ഉരുട്ടിയിട്ട് നല്ലൊരു ഭംഗിയിൽ നീളത്തിൽ നമ്മൾ ഫിംഗറിൻ്റെ ഷേപ്പിലാക്കുകയാണ്. അത് അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടാവുമല്ലോ 2 ഷേപ്പിൽ കൊടുക്കുമ്പോഴും. അങ്ങനെ ഫിംഗറിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും ഇതേപോലെ കോൺഫ്ലോറിൽ മുക്കിയിട്ട് ഇതേപോലെ ബ്രെഡ് ക്രംബിൾസിൽ എടുത്തിട്ട് നമ്മൾ അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റണം കേട്ടോ. അങ്ങനെ 2 ടൈപ്പ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ഒരേ മിക്സറിൽ തന്നെയാണ് നമ്മൾ 2 ടൈപ്പ് ഉണ്ടാക്കുന്നത്. എല്ലാ വെജിറ്റബിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഒരു 5 ബ്രെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ 5 ബ്രെഡിൽ പകുതി നമ്മൾ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്തു. അതിൻ്റെ കുറച്ച് ഭാഗം നമ്മൾ ഈ ബ്രെഡ് ക്രംബിൾസ് ഇത് കോട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് പൊരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം നമ്മുടെ ഫിംഗർ ഷേപ്പിലുള്ളതും റെഡി ആയിട്ടുണ്ട്, സർക്കിൾ ഷേപ്പിലുള്ളത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ചിട്ട്, അധികം എണ്ണ ആവശ്യമില്ല, ഒരു മീഡിയം എണ്ണ ഒഴിക്കുക ആവശ്യത്തിന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പെട്ടെന്ന് എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും കേട്ടോ, ബ്രെഡ് ക്രംബിൾസ് ആയതുകൊണ്ട്. അപ്പോൾ നേരെ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് ഒരു 2 സെക്കൻഡിൽ തന്നെ ആവും കേട്ടോ. 2 സെക്കൻഡല്ല, 1 മിനിറ്റിലൊക്കെ ആവുമേ. അപ്പോൾ ഒരു സൈഡ് ഇങ്ങനെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വേഗം തന്നെ മറിച്ചിട്ട് കൊടുത്തപ്പോൾ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ട് 2 പ്രാവശ്യം 2 സൈഡും ഇങ്ങനെ മറിച്ചിട്ടു കേട്ടോ. ഒരുപാട് നേരം വെക്കാതെ മറിച്ചിട്ടു. ഇപ്പോൾ തന്നെ നമ്മൾ ബ്രെഡ് ക്രംബിൾസെല്ലാം ഇങ്ങനെ കുറച്ച് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഷേപ്പിലുള്ള നമ്മളെ ഫിംഗർ ഷേപ്പിലുള്ളതും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. അധികം നമുക്ക് എണ്ണ യൂസ് ചെയ്യേണ്ടി വന്നില്ല, കുറച്ച് എണ്ണ തന്നെ ആവശ്യമുള്ളൂ. ഇത് അധികം കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഒരു ഷേപ്പിലൊക്കെ വെച്ച് 2 സൈഡും നമ്മൾ മറിച്ച് അടുത്ത് തന്നെ നിന്നിട്ട് ഇത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം എന്താ വെച്ചാൽ ബ്രെഡ് ക്രംബിൾസൊക്കെ അല്ലേ ഉള്ളത്. അപ്പോൾ അങ്ങനെ 2 സൈഡ് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്ക് ബ്രെഡും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്സാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇങ്ങനെ നമ്മൾ 2 സൈഡും ഇങ്ങനെ 2 സൈഡല്ല, നമ്മൾ ഇതിൻ്റെ മൊത്തം എല്ലാ സൈഡും മറിച്ചിട്ടിട്ട് അവസാനം നമ്മളെല്ലാം കൂടെ ഒരു പ്ലേറ്റിലേക്ക്
ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒരു ഭംഗിയായിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ പൊട്ടറ്റോ ബ്രെഡ് കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ കട്ട്ലേറ്റും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊരു രസത്തിന് വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ഷേപ്പിലൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ 4 മണിക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്കാണെങ്കിലും സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു അടിപൊളി അടാറ് 4 മണി പലഹാരമാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നോക്കിയാൽ ഉള്ളിൽ പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആയിട്ടുള്ള എല്ലാ വെജിറ്റബിൾസ് ഉണ്ട്. നമുക്കിതൊരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ ടൊമാറ്റോ സോസ് വെച്ചിട്ട് നമുക്കതൊന്ന് ഇത് മുക്കിയിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ ഇതിൽ പുതിന ഇല ഇട്ടിട്ടുണ്ട് കേട്ടോ. കൊറിയൻഡർ ലീഫ് മാത്രമല്ല പുതിന ഇലയും ഉണ്ട്. എനിക്കിപ്പോൾ പുതിന ഇല കണ്ടപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത്, സോറി. അപ്പോൾ പുതിന ഇല ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൊറിയൻഡർ ലീഫും പുതിന ഇലയും പിന്നെ പച്ചമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി 4 മണി പലഹാരം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇതുപോലെയൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും ഒക്കെ എനിക്ക് വേണം. നമ്മളുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാം ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. വെജിറ്റബിൾസ് ഒക്കെ വരുന്നത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് എല്ലാവരും കമൻസൊക്കെ അറിയിക്കും. അപ്പൂസ് ക്രേസി വേൾഡ് എന്ന നമ്മളുടെ ചാനൽ ഇതുവരെ സബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ. പുതിയൊരു 6 ഐറ്റമായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. താങ്ക്